ഒന്നിൽ മുതലാളിയെ കൊണ്ട് മെമ്മോറാണ്ട് അംഗീകരിപ്പിക്കണം, അല്ലെങ്കിൽ പണി മുടക്കണം. നിങ്ങളെ കൊണ്ട് സാധിക്കുമോ ഇല്ലയോ എന്ന് ഇന്ന് ഞങ്ങൾക്കറിയണം. സലീം, ചൂടായതുകൊണ്ട് കാര്യമില്ല. MD നമ്മുടെ ഡിമാൻഡ്സ് പഠിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്കിത് പറയാൻ നാണമില്ലേ? കുറെ ദിവസമായാലും പഠിക്കാൻ തുടങ്ങിയിട്ട്. സലീം, ഞാൻ പറയുന്നത് ഒന്നും പറയണ്ട. ഞങ്ങൾക്ക് ഈ ഫാക്ടറിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം മാത്രമേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്കതല്ല. നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ മുതലാളി ഉണ്ടല്ലോ. പക്ഷെ പഴച്ചോട് നട്ടൽ എന്ന് പറഞ്ഞൊരു സാധനം തൊഴിലാളിക്ക് തന്നിരിക്കുന്നത് മുതലാളിയുടെ മുമ്പിൽ പടയം വയ്ക്കാനല്ല, അവരുടെ മുമ്പിൽ നിവർന്നു നിൽക്കാനാണ്. സലീം, റബ്ബർ പോലെ വളയുന്ന നട്ടലുള്ള നേതാക്കന്മാരെ നീയൊക്കെ കണ്ടിട്ടുള്ളൂ. വേണ്ടി വന്നാൽ ഈ സെക്രട്ടറി സ്ഥാനം ഈ നിമിഷം രാജിവെച്ചിട്ട് എനിക്ക് പോകാൻ കഴിയും. നീയൊന്നും എന്നെ ഒരു ചുക്കും ചെയ്യില്ല. പക്ഷെ ഞാനത് ചെയ്യാത്തത് ഒരു തൊഴിലാളിയുടെ വികാരം ഉണ്ടെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ്. ഇനി രണ്ടിലൊന്നും അറിഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരും. വേണു, നീ ഇപ്പൊ വന്നതല്ല നന്നായി. നമുക്ക് ഇൻവിറ്റേഷൻ അടിക്കാൻ കൊടുക്കണ്ടേ? അതൊക്കെ പിന്നെ മതി. ഡിമാൻഡ്സ് അംഗീകരിച്ചില്ലേ തൊഴിലാളികൾ പണി മുടക്കാൻ തീരുമാനിച്ചിരിക്കുക. നീ വെറുതെ കുഴപ്പങ്ങൾ ഉണ്ടാക്കി വെക്കരുത്. ഞാനും നീയും കൂടെ ഒത്തുകളിച്ച സമരം നീട്ടുന്ന തൊഴിലാളികൾ എന്നെ കുറ്റപ്പെടുത്തുക. ഇപ്പൊ തന്നെ തീരുമാനം എടുക്കണം. കമ്പനിയുടെ ഇപ്പോഴത്തെ പൊസിഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല. രാജ, 100 കുടുംബങ്ങളുടെ ജീവിത പ്രശ്നമാണിത്. നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്ക് മനസ്സിലാവും. എവിടെയെങ്കിലും ഒരു ഫാക്ടറിയോ വ്യവസായ സ്ഥാപനമോ ഉണ്ടായാൽ അവിടെയൊക്കെ സമരം ഉണ്ടാക്കി ഫാക്ടറി പൂട്ടിച്ച് തൊഴിലാളികളെ പട്ടിണി കിട്ടുന്ന ഒരുപാട് ചോട്ടാ നേതാക്കന്മാരെ എനിക്കറിയാം. പക്ഷെ അങ്ങനെയുള്ള നേതാക്കന്മാരുടെ നാർന്ന കുപ്പായം നിനക്ക് ചേരില്ല. രാജ, വേണു, ഈ ഫാക്ടറി നിന്റെ സഹോദരിയുടെ കൂടെ ആകാൻ പോവുക. ഇനി ആരുടെ കൂടെ നിൽക്കണമെന്ന് നീ തീരുമാനിച്ചാൽ മതി. എനിക്കത് പ്രശ്നമല്ല. ഇപ്പൊ ഒരു മാർഗമേ ഞാൻ കാണുന്നുള്ളൂ. ഒന്നുകിൽ ഞാൻ നിന്റെ സുഹൃത്തല്ലാതാകണം, അല്ലെ ഈ ഫാക്ടറിയിലെ ജോലി ഞാൻ രാജിവെക്കണം. അവസാനത്തേതല്ലേ നല്ലത്. നീ തൽക്കാലം ജോലി രാജിവെക്കും. നിന്റെ എല്ലാ കാര്യങ്ങൾക്കും ഞാനില്ലേ? ഓ, നീ എന്നെ അങ്ങനെയാണോ മനസ്സിലാക്കിയത്? നീ എന്റെ തൊഴിലാളി ആകാതിരിക്കുന്നതാണ് എനിക്കിഷ്ടം. ഞാൻ രാജിവെച്ചൊഴിയാം. പക്ഷെ ഇന്നല്ല. പിന്നെ എന്നെ വിശ്വസിച്ച് തൊഴിലാളികൾ എന്നെ ഏൽപ്പിച്ച ജോലി തീർത്തു കഴിഞ്ഞു. അപ്പോ നീ അവരുടെ കൂടെ നിൽക്കാൻ തന്നെ തീരുമാനിച്ചു? അതെ, ഇക്കാര്യത്തിൽ എനിക്ക് അവരുടെ കൂടെ നിൽക്കാനേ കഴിയൂ. നിന്റെ തീരുമാനത്തിൽ മാറ്റമില്ല? ഇല്ല. എങ്കിൽ എന്റെ ഫാക്ടറിയാണ്, ഇവിടെ ഞാൻ തീരുമാനിക്കുന്നത് നടക്കൂ. നിന്റെ ഈ ശബ്ദത്തിനാണ് മുതലാളിമാരുടെ അഹങ്കാരത്തിന്റെ ധ്വനിയുള്ളത്. തൊഴിലാളികളുടെ അധ്വാനമില്ലാതെ ആരും തന്നെ മുതലാളിയായ ചരിത്രമില്ല. എന്നെ പഠിപ്പിക്കണ്ട. ഇതൊക്കെ പാവപ്പെട്ടവന്റെ മുന്നിൽ മൈക്കിലൂടെ പറയാൻ കൊള്ളാം. നിന്റെ ഈ അഹങ്കാരത്തിന് കനത്ത വില നീ തന്നെ കൊടുക്കേണ്ടി വരും. എല്ലാ നേതാക്കന്മാരും എനിക്കറിയാം. 4 ചില്ലിക്കാച്ചെറിഞ്ഞു കൊടുത്താൽ വാലാട്ടി നിൽക്കുന്ന പട്ടികൾ. വേണുവിനെ നീ പറഞ്ഞ പട്ടികളുടെ കൂട്ടത്തിൽ കൂട്ടണ്ട. എടാ, നാട്ടുകാർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ആദർശധീരനായ മേലെടുത്ത നാരായണ നായരുടെ മകനെ. സ്റ്റോപ്പ് ഇറ്റ്. ഇന്ന് ഈ കൂടുതൽ ഇവിടെ നിന്ന് സംസാരിക്കണമെന്നില്ല. വേണ്ടി വന്നാൽ ഞാൻ ഈ ഫാക്ടറി പൂട്ടിയിടും. രാജേന്ദ്രൻ ആരുടെ മുമ്പിലും ഇതുവരെ തോറ്റിട്ടില്ല. പക്ഷേ ഇക്കാര്യത്തിൽ രാജേന്ദ്രനെ തോൽപ്പിച്ചില്ലെങ്കിൽ ഞാൻ വേണുവല്ല. Get out! സലീം, നമ്മുടെ ഡിമാൻഡ്സ് അംഗീകരിക്കുന്ന ലക്ഷണമില്ല. നാളെ മുതൽ നമ്മൾ സമരം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. നിങ്ങൾ ജോലിക്കാർ മുതലാളി വീടെത്തി. അല്ല, നീ എപ്പോ വന്നു? എന്താ മോനെ വല്ലായിരിക്കുന്ന? എന്ത് പറ്റി? ഒന്നുമില്ല. ആഹാ, ഒന്നുമില്ലാഞ്ഞിട്ടാണോ ഇങ്ങനെ ഇരിക്കുന്നത്? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? നാരായണ, എന്താ ഉണ്ടായത്? എനിക്കറിയാലോ കൊച്ചമ്മേ, ഒരു നേതാവ് വന്നിരിക്കുന്നു. അവനെന്നെ തോൽപ്പിക്കും അത്രേ. നീ ആരുടെ കാര്യമാണ് ഈ പറയുന്നത്? അവന് തൊഴിലാളികളല്ലേ വലുത്. അത് ശരി, പിന്നെയും തുടങ്ങിയ രണ്ടും കൂടി. അതാണ് വേണു ഇങ്ങോട്ട് വരാതിരുന്നത്. അതിനൊക്കെ അവനെവിടുന്നാ സമയം? നേതാവ് ആളെ സംഘടിപ്പിക്കാൻ നടക്കല്ലേ സമരത്തിന്. എടാ, എന്തെങ്കിലും കാരണമില്ലാതെ സമരത്തിനും കുഴപ്പത്തിനും പോകുന്നവനല്ല വേണു. നീ അമ്മയെ കൂടെ അവന്റെ ഭാഗം പറഞ്ഞോ? അവനെ എനിക്കറിയാം. ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിനും അവൻ ഇടപെടില്ല. ഓ, അപ്പൊ കുറ്റം മുഴുവൻ എനിക്കായി. മോനെ, നിന്നെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. എന്ത് പ്രശ്നം ഉണ്ടായാലും അത് സമാധാനപരമായി സംസാരിച്ചു തീർക്കണം. അല്ലാതെ ഇങ്ങനെ എടുത്തു ചാടുകയല്ല വേണ്ടത്. നീ ഒരു കാര്യം ചെയ്.
വേണുവിനെ ഇങ്ങോട്ട് വിളിപ്പിക്ക്. എന്തുണ്ടെങ്കിലും നമുക്ക് ഇവിടെ വെച്ച് പറഞ്ഞു തീർക്കാം. നാരായണ, നീ ചെന്ന് വേണുവിനെ ഇനി വിളിച്ചോണ്ട് വാ. വേണു, നീ എന്താ ഫാക്ടറിയിൽ നിന്ന് വന്നത് മുതൽ ആരോടും മിണ്ടാതെ ഇങ്ങനെ? ഒന്നുമില്ലമ്മേ. മോനെ, വള പണിയാൻ കൊടുത്തത് വാങ്ങിച്ചോ? ഞാൻ മറന്നുപോയി. കല്യാണത്തിന് ഇനി 2 ആഴ്ച പോലും ഇല്ല. നേരത്തെ ഓരോ കാര്യങ്ങൾ നോക്കിയില്ലെങ്കിൽ അവസാനം നീ തന്നെ കിടന്ന് ഓടേണ്ടി വരും. പറഞ്ഞേക്കാം. നീ എന്താ ആലോചിക്കുന്നത്? നിനക്ക് എന്ത് പറ്റി? തൊഴിൽ പ്രശ്നത്തിന്റെ പേരിൽ രാജനുമായി ഒന്നും രണ്ടും പറയേണ്ടി വന്നു. നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതാ നേതാവാകാനൊന്നും പോകണ്ടെന്ന്. നിങ്ങൾ തമ്മിൽ അതും ഇതും പറഞ്ഞ് കല്യാണം മുടങ്ങിയാൽ അതിന്റെ നാണക്കേട് നമുക്കാ. അമ്മ വിഷമിക്കണ്ട. ഞങ്ങൾ തമ്മിലുള്ള പിണക്കം തമ്മിൽ കാണുമ്പോൾ തീരാനുള്ളതേ ഉള്ളൂ. എന്താ നാരായണ? വേണു സാറിനെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് എല്ലാം പറഞ്ഞു. എന്തിന്? അറിയില്ല. ശരി, ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരാം. നീ ഇരിക്കും. ശരി. ആ, നിന്നെ വിളിപ്പിച്ചത് ഞാനാണ്. എന്താ കാര്യം? അതൊക്കെ പറയാം, വാ. വേണു, ഇന്ന് ഫാക്ടറിയിൽ വെച്ച് നിങ്ങൾ തമ്മിൽ എന്താ ഉണ്ടായത്? അമ്മേ, യൂണിയൻ കൊടുത്തിരിക്കുന്ന ഡിമാൻഡ്സിനെ കുറിച്ച് പറഞ്ഞ് ഞാനും ഫാക്ടറി മുതലാളി രാജേന്ദ്രനുമായി ചെറുതായിട്ടൊന്ന് പിണങ്ങേണ്ടി വന്നു. അമ്മയ്ക്കറിയാം, ഒരു സാധാരണ തൊഴിലാളിയുടെ ശമ്പളം കഷ്ടിച്ച് 1,500 രൂപയാണ്. ഇന്നത്തെ ജീവിത നിലവാരം വെച്ച് നോക്കുമ്പോൾ 7 അംഗങ്ങളുടെ ഒരു കുടുംബത്തിന് ഈ തുച്ഛമായ തുക കൊണ്ട് പട്ടിണി കൂടാതെ കഴിയാൻ പറ്റുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? ഒരു തൊഴിലാളിയും ആവശ്യമില്ലാതെ സമരം ചെയ്യാറില്ല. തൊഴിലാളി സമരം ചെയ്യാതെ ഒരു മുതലാളിയും തൊഴിലാളിയുടെ കാര്യമായ ആവശ്യങ്ങൾ അംഗീകരിച്ചു കൊടുത്തിട്ടുമില്ല. അമ്മ എന്താ ഒന്നും മിണ്ടാത്തത്? നീ പറയുന്നതിലും കാര്യമില്ലാതില്ല. രാജാ, ഈ ഫാക്ടറി നടത്താൻ തുടങ്ങിയിട്ട് 20 വർഷമായി. ഇതുവരെ ഒരു തൊഴിൽ പ്രശ്നം അവിടെ ഉണ്ടായിട്ടില്ല. നിന്റെ അച്ഛനും ഫാക്ടറി തൊഴിലാളികളും തമ്മിൽ ഒരു മുതലാളി തൊഴിലാളി ബന്ധം ആയിരുന്നില്ല. അത്ര സ്നേഹത്തിലാണ് അവർ കഴിഞ്ഞിരുന്നത്. നീയായിട്ട് ഫാക്ടറിയിൽ സമരവും ബഹളവും ഉണ്ടാക്കാൻ ഞാൻ അനുവദിക്കില്ല. നാളെ തന്നെ അവർക്ക് എന്താ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ കൊടുത്ത് ഈ പ്രശ്നം അങ്ങ് അവസാനിപ്പിക്കണം. ഇനി നീ ഒന്നും പറയണ്ട. ഞാൻ പറയുന്ന പോലെ അങ്ങ് കേട്ടാ മതി. എനിക്ക് വേണു, ഇനി നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായതായിട്ട് ഞാൻ അറിയരുത്. ശരിയമ്മേ. ഓ, ഇപ്പൊ എനിക്ക് സമാധാനമായി. മോനെ, നിങ്ങൾ രണ്ടുപേരും എനിക്ക് ഒരുപോലെയാണ്. ഞാൻ വരട്ടെ. ശരി മോനെ. വേണു, പെട്ടെന്നുള്ള ആവേശത്തിൽ ഞാൻ നിന്നോട് എന്തൊക്കെയോ പറഞ്ഞു. നീ എന്നോട് ക്ഷമിക്കണം. ഞാനും നിന്നോട് എന്തൊക്കെയോ പറഞ്ഞു. നീ എന്നോട് ക്ഷമിക്കേണ്ടത്. നീ ഇപ്പൊ തന്നെ പോയി യൂണിയൻ ഓഫീസ് ചെന്ന് അവരുടെ ഡിമാൻഡ്സ് അംഗീകരിച്ചായി പറയണം. ശരി, വരട്ടെ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. വേണുവിനെ ഇതുവരെ കണ്ടില്ലല്ലോ മോളെ.
രാജേട്ടന്റെ വീട്ടിലേക്കല്ലേ പോയത്? രാത്രി വളരെ വൈകിയതുകൊണ്ട് ചിലപ്പോ അവിടെ കിടന്നു കാണും. എത്ര വൈകിയാലും അവൻ വീട്ടിൽ വന്നല്ലേ അന്തി ഉറങ്ങാറുള്ളൂ. ഒരു ദിവസം ചേട്ടനെ കണ്ടില്ലെങ്കിൽ അമ്മയ്ക്ക് പിന്നെ ഉറക്കം വരികയില്ല. മോളെ, നിനക്കതറിയാഞ്ഞിട്ടാ. പെറ്റ വയറിനെ അതിന്റെ വേദന അറിയൂ. പിന്നെ പിന്നെ ഭയങ്കര വേദനയായിരിക്കും. അമ്മ ഒന്ന് കിടന്നുറങ്ങാൻ നോക്ക്. യെസ്, കം ഇൻ. യെസ്, എന്താ ഇത്? സ്ട്രൈക്ക് നോട്ടീസ്. നിങ്ങളുടെ ഡിമാൻഡ്സ് ഒക്കെ ഞാൻ അംഗീകരിച്ചാണല്ലോ. ഡിമാൻഡ്സ് അംഗീകരിച്ചെന്നോ? ഓഹോ, അപ്പൊ ആനുകൂല്യങ്ങൾ അംഗീകരിച്ചു കിട്ടുന്നതിനേക്കാൾ സമരം ചെയ്യുന്നതിലാണ് നിങ്ങൾക്ക് താല്പര്യം അല്ലേ? മുതലാളി എന്താണ് ഈ പറയുന്നത്? വേണു നിങ്ങളോടൊന്നും പറഞ്ഞില്ലേ? വേണുവിനെ കാണാത്തതുകൊണ്ടാണ് സ്ട്രൈക്ക് നോട്ടീസുമായി ഞങ്ങൾ വന്നത്. വേണു ഇവിടെ പോയി? ഓഹോ, ഞങ്ങളോടാണ് ചോദിക്കുന്നത്. മുതലാളി, ഞങ്ങളെ വിഡ്ഢികളാക്കരുത്. നിങ്ങൾ രണ്ടുപേരും ചേർത്തുള്ള ഒത്തുകളിയാണിത്. മിസ്റ്റർ സലീം, ആദ്യം നിങ്ങളുടെ സെക്രട്ടറി വിളിച്ചുകൊണ്ടുവരും. എന്നിട്ട് നിങ്ങൾ ഇനി ഇവിടെ നിന്ന് സംസാരിച്ചാൽ മതി. വരൂ. ഇവിടെ ആരുമില്ലേ? ആരാ? മനസ്സിലായില്ലല്ലോ. ഞങ്ങൾ വേണുവിനോട് ജോലി ചെയ്യുന്നവരാ. വേണു ഇവിടെ ഇല്ലേ? ഇന്നലെ രാത്രി രാജേന്ദ്രൻ വിളിപ്പിച്ചിട്ട് പോയതാ. പിന്നെ ഇതുവരെ വന്നില്ല. വല്ല സമരത്തിന്റെ കാര്യത്തിനോ മറ്റോ പോയതാണോ എന്തോ. ഞങ്ങൾ യൂണിയൻ ഓഫീസിൽ നിന്നാണ് വരുന്നത്. അവിടെ വന്നിട്ടില്ല. പിന്നെ അവൻ എവിടെ പോയി? അമ്മ വിഷമിക്കണ്ട. പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യത്തിന് മറ്റെവിടെങ്കിലും പോയതായിരിക്കും. ഞങ്ങൾ വരട്ടെ. ആ. ഇന്നലെ പോയതല്ലേ അവൻ? എവിടെയെങ്കിലും പോകുമ്പോ ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ? പറഞ്ഞിട്ട് പോകാൻ സമയം കിട്ടിക്കാണില്ലമ്മേ. ഏതായാലും ഞാൻ രാജേട്ടന്റെ വീട് വരെ പോയി ഒന്ന് അന്വേഷിച്ചിട്ട് വരാം. അമ്മേ, അമ്മേ. എന്താ സിന്ധു, നിനക്കെന്നെ കാണാതിരിക്കാൻ വയ്യല്ലേ? അയ്യോ, അതല്ല. പിന്നെ വേണുവേട്ടനെ അന്വേഷിച്ചു വന്നതാ. അവൻ ഇന്നും വന്നില്ലേ? രാത്രി രാജേട്ടൻ വിളിപ്പിച്ചിട്ട് വീട്ടിൽ നിന്നും പോന്നതാ. പിന്നെ ഇതുവരെ വന്നിട്ടില്ല. എവിടെയെങ്കിലും പോകുമ്പോ വീട്ടിലൊരു വാക്ക് പറഞ്ഞിട്ട് പോയിക്കൂടെ? വെറുതെ വീട്ടിലിരിക്കുന്നവരെ തീരിയിട്ടിപ്പിക്കാൻ. ഇത് ആരോടും പറയാതെ എവിടെ പോയതാ? ചേട്ടനെ കാണാതെ അമ്മ ആകെ വിഷമിച്ചിരിക്കുക. ചേട്ടൻ ഇതുവരെ ആരോടും പറയാതെ എങ്ങും പോയിട്ടില്ല. മോള് വിഷമിക്കണ്ട മോനെ. നീ ആ വേണമെന്ന് അന്വേഷിക്ക. മോള് വാ. ഹലോ, ഞാൻ രാജേന്ദ്രനാ. നമ്മുടെ വേണു അങ്ങോട്ട് വന്നോ? ഒന്നുമില്ല. ശരി. ഹലോ, സോമച്ചനാണോ? ഞാൻ രാജേന്ദ്രൻ. നമ്മുടെ ഫാക്ടറിയിലെ വേണു അങ്ങോട്ട് വന്നോ? ഇല്ലേ? ശരി. മേ ഐ കം ഇൻ സർ? യെസ്, കം ഇൻ. ഇന്ന് ആരും ജോലിക്ക് കയറിയിട്ടില്ല. എന്താ കാര്യം? വേണുവിനെ കാണാനില്ലെന്നോ മറ്റെന്തോ ആണ് പ്രശ്നം. നിങ്ങൾ ചെന്ന് അവരോടെല്ലാം ജോലി കയറാൻ പറയൂ. ഇല്ല, മുതലാളിയുടെ വീട്ടിൽ വന്ന രാത്രിയാണ് വേണുവിനെ കാണാതായത്. വേണു എവിടെ നിങ്ങൾക്കറിയണം. നിങ്ങളുടെ ഡിമാൻഡ്സ് ഒക്കെ അംഗീകരിച്ചു തന്ന സ്ഥിതിക്ക് വേണുവിനെ ഒളിപ്പിച്ചു വെക്കേണ്ട കാര്യം എനിക്കില്ല. വേണുവിനെ കാണാതായതുകൊണ്ടാണ് മുതലാളി ഞങ്ങളുടെ ഡിമാൻഡ്സ് അംഗീകരിച്ചു എന്ന് പറയുന്നത്. ഇതിലെന്തോ ചതിയുണ്ട്. വേണുവിനെ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഞങ്ങൾക്കറിയണം. ഡിമാൻഡ്സ് അല്ല ഇപ്പോൾ ഞങ്ങളുടെ പ്രശ്നം. ഞങ്ങൾക്ക് ഞങ്ങളുടെ സെക്രട്ടറി തിരിച്ചു കിട്ടണം. ഇല്ലെങ്കിൽ മുതലാളി ഇതിന് സമാധാനം പറയേണ്ടി വരും. സാർ, ഞാൻ യു മേ ഗോ പ്ലീസ്. ഒന്ന് പതുക്കെ വിളിയെടുത്തൊരു വീടല്ലേ അമ്മച്ചേ. അമ്മച്ചേ, വിവരമെല്ലാം അറിഞ്ഞോ? സംഗതി പെശകാണ് അമ്മച്ചി. എന്താ? മുതലാളി വേണു സാറിനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുക. ഞങ്ങൾക്ക് ചില ന്യൂസ് കിട്ടിയിട്ടുണ്ട്.
പുറത്തു വിട്ട പ്രശ്നമാ. എന്താന്ന് പറയൂ. അതിപ്പോ ഞങ്ങളിങ്ങനെ പറയാ. എന്റെ മോൻ എന്ത് പറ്റി? വേണു സാറിനെ കാണാതായ ദിവസം മുതലാളിയും വേണു സാറും കൂടി ഫാക്ടറി വെച്ചൊരു ഉഗ്രൻ തല്ല് നടന്നു. അന്ന് രാത്രി ഞങ്ങൾ പറയുന്നതല്ല, പൊതുജനം പറയുന്നതാ. ഇത് പറയാനാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? ഇറങ്ങി പോകുന്നുണ്ടോ ഇവിടുന്ന്? അങ്ങനെ എങ്ങനെ പോകും? ഇറങ്ങി പോകാനല്ലേ പറഞ്ഞത്? നമസ്കാരം. രാജ, ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നത്? എന്റെ മോൻ എവിടെ? പറയൂ, എന്റെ മോൻ എവിടെ? എന്താ ഇത്? രാജേട്ടാ, രാജേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ഞങ്ങൾക്കറിയാം. ആളുകൾ എന്തു വേണേലും പറഞ്ഞോട്ടെ. എന്റെ രാജേട്ടനെ എനിക്ക് വിശ്വാസമാണ്. വേണുവിട്ട് തിരിച്ചു വരും. മോളെ, ചായന്റെ അകത്തുണ്ടോ? എന്താ മോളെ? പോലീസുകാർ വരുന്നു അങ്കിൾ. പോലീസ്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. ഇരിക്കൂ. താങ്ക് യു. മിസ്റ്റർ അയേന്ദ്രൻ, നിങ്ങളുടെ ഫ്രണ്ട് വേണുവിനെ കാണാനില്ലെന്ന് ഒരു പരാതി കിട്ടിയിരിക്കുന്നു. ആരാണ് പരാതിപ്പെട്ടത്? ഫാക്ടറിയിലെ തൊഴിലാളികൾ. വേണുവിനെ കാണാതായ അന്ന് നിങ്ങളും വേണുവും തമ്മിൽ തൊഴിലാളികളുടെ ഡിമാൻഡ്സിനെ കുറിച്ച് ചില വാഗ്വാദങ്ങൾ ഉണ്ടായതായി പറയുന്നുണ്ടല്ലോ. അങ്ങനെയൊന്നുമില്ല. തൊഴിലാളികളുടെ ഡിമാൻഡ്സിനെ കുറിച്ച് ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് ഒത്തുതീർപ്പിലെത്തിയതാണ്. വേണുവിന് വേറെ വളരെ അടുത്ത സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടോ? എന്റെ അറിവിൽ അങ്ങനെ ആരുമില്ല. ശരി. വേണുവിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഉടനെ എന്നെ ഒന്ന് അറിയിക്കണം. ശരി സാർ. വരട്ടെ. മോനെ, എന്താ ഇൻസ്പെക്ടർ പറഞ്ഞത്? എനിക്കാകെ പേടിയാവുന്നു. എന്തിനു പേടിക്കുന്നു? കംപ്ലൈന്റ് കിട്ടിയതനുസരിച്ച് അവർ അന്വേഷിക്കാൻ വന്നു, അത്രേ ഉള്ളൂ. ഇനി കല്യാണത്തിന് 5-8 ദിവസമേ ഉള്ളൂ. അവൻ എവിടെ പോയോ എന്തോ? അവൻ വരുമേ, അവൻ വരുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അല്ലെങ്കിൽ വിവാഹം 2-3 ആഴ്ച അങ്ങോട്ട് നീട്ടിവെക്കണം. വേണ്ട ചേട്ടാ, ഒരു കാരണവശാലും ഈ മുഹൂർത്തം തെറ്റിക്കരുത്. അത് നമ്മൾ തീരുമാനിച്ച പോരല്ലോ, സിന്ധു സമ്മതിക്കണ്ടേ? അവരോട് ഞങ്ങൾ പറയാം. ഇല്ല, എന്റെ വേണുവിട്ട് വരാതെ എന്റെ കല്യാണം നടത്താൻ ഞാൻ സമ്മതിക്കില്ല. സിന്ധു, നീ എന്താ കൊച്ചുകുട്ടികളെ പോലെ വാശി പിടിക്കുന്നത്? നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ ഈ ചേച്ചി പറയുന്നത്. ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മുഹൂർത്തമാണിത്. ഇത്രയും നല്ലൊരു മുഹൂർത്തം ഇനി അടുത്ത ദിവസമൊന്നും ഉണ്ടായില്ലെന്നാ ജോസ്യം പറഞ്ഞത്. വേണു വരാതിരിക്കില്ല. നമ്മൾ ബന്ധുക്കളെയും നാട്ടുകാരെയും ഒക്കെ ക്ഷണിച്ച സ്ഥിതിക്ക് വിവാഹം നീട്ടിവെച്ച നാണക്കേടാ. അവൻ എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിന് വേണ്ടി പോയതാകും. എന്തായാലും കല്യാണത്തിന് അവൻ വരാതിരിക്കില്ല. എന്തോ എന്റെ മനസ്സിന് ഒരു സമാധാനവും ഇല്ല. അവൻ വരാതെ എങ്ങനെയാ സരസ്വതിയമ്മയെ കല്യാണം നടത്തുന്നത്? മുഹൂർത്തം തെറ്റിക്കണ്ടെന്ന് വെച്ചിട്ടാ ഞാൻ പറഞ്ഞത്. പിന്നെ വേണു ഇല്ലാത്തത് കൊണ്ട് പണത്തിന് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. അമ്മേ, 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 ദൈവം വേണുവിന്റെ കത്ത് വന്നിരിക്കുന്നു. വേഗം വായിക്കുമോളെ. ബോംബെന്നാ. അമ്മയും സിന്ധു അറിയുന്നതിന്. എനിക്ക് അത്യാവശ്യമായി ബോംബെ വരെ പോകേണ്ടി വന്നു. പറഞ്ഞിട്ട് പോകാൻ തരപ്പെട്ടില്ല, ക്ഷമിക്കണം. സിന്ധുവിന്റെ വിവാഹം നമുക്ക് ഗംഭീരമായി നടത്തണം. ഞാൻ വിവാഹത്തിന്റെ തലേദിവസം അവിടെ എത്തും. അമ്മയും സിന്ധുവും ധൈര്യമായിരിക്കണം. ഉണ്ടായ സംഭവം ഞാൻ അവിടെ വന്ന് നേരിൽ പറയാം. എന്നെ സ്വന്തം വേണു
ഓ എന്റെ ഗുരുവായൂരപ്പ. അമ്മേ, ഞാൻ രാജ്യത്തോട് വീട്ടിൽ ചെന്ന് വിവരം പറഞ്ഞിട്ട് വേഗം വരാം. അമ്മേ, അമ്മേ. എന്താ മോളെ? അമ്മ വേണോട്ടിന്റെ കത്ത് വന്നു. ആരുടെ അമ്മ കത്ത്? വേണുവിന്റെ കത്ത്. അവൻ ബോംബെയിലുണ്ടെന്ന്, കല്യാണത്തിന് തലേ ദിവസം എത്താന്ന്. എന്റെ ഗുരുവായൂരപ്പ, എനിക്ക് സമാധാനമായി. എന്നോട് പോലും പറയാതെ ഇവൻ എന്താ ആവശ്യത്തിനാ ബോംബെ പോയത്? അവൻ എന്തെങ്കിലും അത്യാവശ്യം കാണും. ചേച്ചി വിടമ്മേ, അവൾ കുളിക്കുകയാണ്. എന്ന് ഞാൻ വരട്ടെ. നീ എന്തെങ്കിലും കഴിച്ചിട്ട് പോ. വേണ്ടമ്മേ, അമ്മ തനിച്ചുള്ളൂ. കുഞ്ഞേ, എന്താ മാവ? വേണു സാറിന്റെ ശവം നമ്മുടെ വീടിന്റെ പിന്നീന്ന് പോലീസുകാർ കണ്ടെടുത്തു. വേണുവും നിങ്ങളും തമ്മിൽ അവസാനമായി കണ്ടതെന്നാണ്? 12-ാം തീയതി രാത്രി. രാത്രി എത്ര മണിക്കാണ്? ഉദ്ദേശം ഒരു 8 മണിയായി കാണും. സാധാരണ വേണു ഇവിടെ വന്നാൽ ലേറ്റായിട്ടാണോ പോകുന്നത്? അങ്ങനെയൊന്നുമില്ല. ഫാക്ടറിയിലെ ലേബർ പ്രോബ്ലം ഒത്തുതീർപ്പായ ദിവസമായതുകൊണ്ടാണ് അന്ന് ലേറ്റായത്. ആ മിസ്റ്റർ അരീന്ദ്രൻ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് വേണുവിന്റെ മരണം ഒരു കൊലപാതകമാണ്. എല്ലാ തെളിവുകളും വെച്ച് നോക്കുമ്പോൾ ഈ കൊലപാതകത്തിന് പിന്നിൽ നിങ്ങളെ ഞങ്ങൾക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. വേണുവിനെ ഞാൻ കൊല ചെയ്തെന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്? എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. സാർ, വേണു എന്റെ ഫ്രണ്ടാണ്. ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചു വളർന്നവരാണ്. അങ്ങനെ ഒരു സ്നേഹിതനെ ഞാൻ കൊല്ലുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? വേണുവിന്റെ ഡെഡ് ബോഡി നിങ്ങളുടെ വീട്ടുവളപ്പിൽ നിന്നാണ് കിട്ടിയത്. വേണുവിന്റെ കൊലപാതകം എന്റെ തലയിൽ കെട്ടിവെക്കാൻ ആരോ മനഃപൂർവ്വം ചെയ്തതാണ് സാർ. മിസ്റ്റർ അരീന്ദ്രൻ, നാളെ നിങ്ങളൊന്ന് സ്റ്റേഷനിലേക്ക് വരണം. മോനെ, ഞാൻ ഈ കേട്ടതൊക്കെ സത്യമാണോ മോനെ? അമ്മേ, അമ്മയ്ക്കും എന്നെ വിശ്വാസമല്ലേ?